ഈ സജന ഫിറോസ് പൂക്കുറ്റി വാണങ്ങളുടെ കാര്യം വലിയ രസകരമാണ് കേട്ടോ. ഏതാണ്ട് ഒരു 1.5 ആഴ്ചയായിട്ട് ഇവരുടെ പരസ്പരമുള്ള വോയിസ് കോൾ റെക്കോർഡിങ്സ് മാത്രമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലും വിളിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ ഈ കോളൊക്കെ റെക്കോർഡ് ചെയ്യുമെന്ന്. ഈ റെക്കോർഡിങ്സ് ഒക്കെ പുറത്തു വന്ന ഉടനെ തന്നെ സജനത ഫിറോസിനെ വിളിക്കുന്നു, ഫിറോസിന്റെ കൂടെ റെക്കോർഡ് ചെയ്യുന്നു. കേട്ടോ, ഈ കുട്ടി ഫയൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു? സായിയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ് റെക്കോർഡ് വെളിയിലായിട്ടുണ്ടെങ്കിൽ അത് ആര് വഴി ആയിക്കോട്ടെ, ഫിറോസ് വിചാരിച്ചു കഴിഞ്ഞാൽ സായി കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് ഞാൻ അറിയുന്നുണ്ട്. ഹലോ, മറ്റേ ഇതില്ലേ 17 അതൊന്നും എനിക്ക് ഞാൻ ഫിറോസ് അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഫിറോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം, കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടുന്ന പോലെ തന്നെയാണ് ഫിറോസിനെ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങളും നാണം കെട്ടില്ല എല്ലാരും. ഇല്ല ഫിറോസ്ഖാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ഖാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണം അല്ലാന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് അവിടെ കണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കുമോ അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. ഞാൻ ഒരു കാര്യം പറ്റേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാവരും ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാറ്. ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ അത് ഞാൻ വീണ്ടും തോന്നുന്ന പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുമോ. പിന്നെ ആൾക്കാർ പറയും ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി വൈസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതെങ്ങ് പോകും. നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്കൊരു മുഖത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും പെണ്ണ് പഠിച്ച കള്ളിയാകട്ടോ. പെണ്ണ് ആദ്യം ഈ പെണ്ണിന്റെ ചാനലിനകത്തൂടെ ഒരു ഫോട്ടോ ഇടുന്നു, റസൂൽ പൂക്കുറ്റിയും ഇവളുമായിട്ടുള്ളത് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഹാക്ക് ചെയ്തതാണെന്ന് പറയുന്നു. ഇപ്പൊ പറയാണ് ഊമക്കത്ത് വന്നെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇത് അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവർ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്ന് ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും നല്ലത് പറഞ്ഞു. വീണ്ടും നിങ്ങൾ തന്നെ കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷൻ ആണ് ഞാനും ഉമ്മയും പിള്ളേരും ഇവിടെ സൂസൈഡ് ചെയ്യാൻ നിന്നത്. ഞങ്ങൾ അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാൻ അനുഭവിച്ചു. ഞാനിത് ഒരിക്കലും കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്തിങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാലിഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞു വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. നീ അല്ലാതെ ലോകത്ത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കില്ലോ. നീ അല്ലാതെ ആർക്കും ഇത് കുത്തിപ്പോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ആ 17-കാരി കൊച്ചിനെ ഈ പെണ്ണങ്ങോട്ട് വിളിച്ചു. ആ കൊച്ചിന്റെ പേരും കുടുംബവും എല്ലാം അടക്കം പറഞ്ഞിട്ട് ഒരു രൂപത്തിലും സെൻസർ ചെയ്യാതെ ആ വോയിസ് എടുത്ത് ടെലികാസ്റ്റ് ചെയ്തു. മിടിക്ക എത്ര പേരെ കൊലക്ക് കൊടുക്കുന്നറിയാമോ? ഇതേക്കറിയ കാര്യങ്ങളൊക്കെ ഈ സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കൈ തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്.
അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പറഞ്ഞു ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതെങ്ങനെ വേറെ പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ ചോദിച്ചല്ലേ അത്. അതാണ് കണ്ടോ ഈ കൊച്ചിന്റെ സ്വഭാവം. ഇതിനെ ആർക്കും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന്റെ ആടി മുതൽ മുടി വരെ ക്യാമറ ഉണ്ടാകും, വോയിസ് റെക്കോർഡിങ്ങും ഉണ്ടാകും. അതുകൊണ്ട് ഇതുമായിട്ട് ഇനിയെങ്കിലും ഇടപഴകുന്ന ആളുകൾ, ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ഇതിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ശരി, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ആരെയും എവിടെയും എടുത്തിട്ട് അലക്കാൻ ഇവളെന്താണെങ്കിലും നാറി എല്ലാവരും നാറണം എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലായിടത്തും ക്യാമറ ഉണ്ടാകുമെന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതെങ്ങനെ വേറെ പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ ചോദിച്ചല്ലേ അതുപോലെ ഇത് വായിച്ചു കൊടുത്തിട്ടുണ്ട്. 17 ഇവൻ അവിഹിതം ഉണ്ടായിരുന്നു ഫിറോസിന്. അവിഹിതമല്ല, കോണ്ടം ഉപയോഗിക്കാതെ ബന്ധപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, ആ കൊച്ചിനെ വിളിച്ച് ഇവള് സംസാരിച്ച് സജന, എന്നിട്ട് ഇവിടെ എല്ലാവർക്കും അതങ്ങോട്ട് ഇട്ടും കൊടുത്തു. എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടോ, ഞാൻ തന്നെ ഇട്ട് കൊടുത്താണ്. ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ ചോദിച്ചല്ലേ അതുപോലെ ഇത് വായിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലമ്മ, ഫിറോസൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോക്ക് എതിരെ ഒന്ന് ഈ അവിഹിത കഥകളെല്ലാം കേട്ടോണ്ട് കഥാനായിക പുറകിൽ നിൽപ്പുണ്ട്. സജനയുടെ ഉമ്മ ഒരു ഹതഭാഗ്യയായിട്ടുള്ള ഉമ്മ. അതായത് മകളുടെ അവിഹിത കഥകൾ പലരും പറയുമ്പോൾ മകൾക്ക് മന്ത്രമോതി കൊടുക്കുക. സജന, നീ മര്യാദയ്ക്ക് പൂക്കുറ്റിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിച്ച് ജീവിക്കാൻ നോക്കിയോ കൊച്ചേ. ഇത് വായിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലമ്മ, ഫിറോസൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോക്ക് എതിരെ ഒന്ന് വീഡിയോയിട്. അതായത് ആ കൊച്ചിന്റെ 17 ഇപ്പൊ ഞാൻ ആ കേസ് ഫയൽ മിണ്ടാതിരിക്കുക. കേസ് ഞാൻ പോയാലേ, ഞാൻ മൊഴി കൊടുത്താലേ കേസ് പോകത്തുള്ളൂ. അതാണ് ഇക്ക എന്റെ അടുത്ത് പറഞ്ഞത്. അത് നീ വിളിക്കണ്ട, ആ സാധനം പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫിറോസിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഫിറോസൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോ ഇടുവാണെങ്കിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വീണ്ടും കുത്തി പൊക്കി ഈ കേസ് വെളിയിലോട്ട് വരുമല്ലോ. ഇത് ആൾക്കാർ ചെറുതുവരെ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലോട്ട് പോയിട്ടുള്ളത്. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇത് മറിഞ്ഞു പോകും ഈ സാധനം. ഈ മറ്റേ ഞാനൊന്ന് സംസാരിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യട്ടെ കാര്യം. ഇത് ഞാൻ മണ്ടത്തരം വീണ്ടും മണ്ടത്തരം കാണിക്കുമ്പോഴേ എനിക്ക് ഞാനത് പറയുന്നുണ്ടല്ലോ. ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് മൈനറാണ്, അത് കേസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയട്ടെ എന്ന് പറയുന്നുണ്ട് ഞാനത്. ശരി, ഞാനിപ്പോ വിളിക്കാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഫിറോസ്ക്ക് പറയുവാ. സായിയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ് റെക്കോർഡ് വെളിയിലായിട്ടുണ്ടെങ്കിൽ അത് ആര് വഴി ആയിക്കോട്ടെ, ഫിറോസ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സായി കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചെന്ന് ഞാൻ അറിയുന്നുണ്ട്. സായി കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഫിറോസ്ക്കാണ്. സകല അവിഹിതവും ഒപ്പിച്ചിട്ട് പഠിച്ചവനെ കൂട്ടും പിടിക്കുക. ഇതല്ലേ ഇവൻ അവളെ കുറിച്ചും പറഞ്ഞത്. പൂക്കുറ്റിയുമായിട്ട് ആദ്യം കളിച്ചപ്പോൾ ഗർഭമുണ്ടാക്കിയെന്നും പഠിച്ചവൻ, 2ാമത് കളിച്ചിട്ട് ഗർഭമുണ്ടാക്കിയെന്നും പഠിച്ചവൻ, 3ാമത് കളിച്ചിട്ട് ഗർഭമുണ്ടാക്കിയെന്നും പഠിച്ചവൻ. എന്നിട്ട് പറഞ്ഞു പൂക്കുറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ പോലെയാണ്, എനിക്ക് പഠിച്ചവനെ പോലെയാണ്, എനിക്ക് നബിയെ പോലെയാണ്, എനിക്ക് ദൈവദൂതനാണ്, എനിക്ക് സഹോദരനെ പോലെയാണ്, വാപ്പയെ ലോകത്ത് ഏതൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടോ അതിനെ എല്ലാം എടുത്തു വെച്ച് ഉപമിച്ചു. മകനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. അള്ളാഹ് സത്യം മോനാണ് സത്യം എടുത്തൊന്നും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കെതിരെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും സായിയുടെ കയ്യിൽ നിന്ന് ഇത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാനും ആർക്കും നിൽക്കത്തൊന്നുമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും മനസ്സിൽ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് സായിയുടെ കയ്യിൽ നിന്ന് ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം കളിക്കുകയാണെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് എന്റെ ഇതിൽ മാത്രമേ ഇടാറുള്ള കാര്യങ്ങൾ. ഒരിക്കലും 3ാമത്തെ ചെയ്യത്തില്ല. 3ാമത് ഒളിഞ്ഞിരുന്ന അതൊന്നും എനിക്ക് അറിയത്തില്ല, നിനക്ക് അറിയാൻ തന്നെ. അതുകൊണ്ട് സായിയുടെ അവനൊക്കെ ഡേഞ്ചർ പേഴ്സൺ ആണ്. അവരുടെ ഞാൻ വിളിച്ച് കാര്യം വിളിച്ചിട്ടില്ലേ, അതൊന്നും എനിക്കൊന്നും ബന്ധമില്ല കേട്ടോ. എപ്പോഴും മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്നത് എത്തിക്കൊണ്ട് നിനക്കറിയാൻ എത്തിക്കൊണ്ട് ഞാൻ എന്റെ ഇതിൽ ഇടത്തുള്ളൂ. 3ാമതൊരാൾ വഴി പോകത്തില്ല ഒരിക്കലും. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സൈഡ് ബന്ധമുണ്ടോ ഇല്ല അത് എന്തുവാണ് സൈജ പറയുന്നത്? നാളുമ്പ് ഡിസ്കസ് ചെയ്യുന്നത് എന്തോന്ന് ഗെയിം ഷോ? നീ വന്ന് പറഞ്ഞത് മുതലല്ലേ സൈന പോയത്? ഈ കുട്ടി ഫയൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, ഇതെന്തോന്ന് ഗെയിം ഷോ ആണോ? സായി നിങ്ങൾ വിളിച്ച് സംസാരിച്ചില്ലായിരുന്നു. ഫിറോസ് പറയാ
എൻ്റെ 17 കാര്യമായിട്ടുണ്ടായിരുന്ന ആ കോണ്ടം ഇടാത്തുള്ള വിഹിതമുണ്ടല്ലോ, അത് കുത്തിപ്പൊക്കാനൊന്നും ആർക്കും പറ്റില്ല, നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ കൊച്ചുമായിട്ട് നീ സംസാരിച്ച റെക്കോർഡിങ്സ് ഉണ്ടല്ലോ, നീ പുറത്ത് വിടാതൊന്നും അത് പുറത്ത് പോകത്തില്ല. അപ്പോൾ സജന പറയാണ് ഞാൻ തന്നെ പുറത്ത് വിട്ടല്ലോ. നീ അല്ലാതെ ലോകത്താർക്ക് കുത്തിപ്പൊക്കാൻ പറ്റില്ല, ഞാൻ മനസ്സിലാക്കിയില്ല. ഇത് ദിയേക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിൽ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും അല്ല. വീണ്ടും വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പറയും ഇവർ രണ്ടും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ്. ഇപ്പൊ പിന്നെ നമുക്കാർക്കും ഇവര് കളിക്കുവാണെന്നുള്ള കാര്യം മനസ്സിലാകാത്തത് കൊണ്ടൊരു സമാധാനമുണ്ട് കേട്ടോ. ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞങ്ങളൊക്കെ പൊട്ടന്മാരാ. നിങ്ങൾ മാത്രമാണ് മിടുക്കനും മിടുക്കികളും ഒക്കെ, അതുകൊണ്ട് നമുക്കാർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അല്ലോ കൊച്ചേ, ഒന്നും ചോദിക്കുന്നില്ല. അയ്യോ.